ചേട്ടന്റെ ഒരു പേഴ്സണൽ കാര്യം ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ചേട്ടന്റെ കല്യാണം. ചേട്ടൻ ഈ അർജുൻ ദേശായി പോലെ പാവമാണെന്ന് വിചാരിക്കുന്ന ചേട്ടൻ ഒരു വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച എന്തൊരു പ്രണയ വിവാഹമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ പെങ്ങളാ, സിസ്റ്റർ. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. സോ എത്ര രസകരമായിരുന്നു? ഞങ്ങൾക്കാണ് രസകരം, ചേട്ടന് രസകരമായിരുന്നു അത്. അത് അന്ന് രസകരമായിരുന്നു. അത് എൻ്റെ ഡിയർ മോസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയായിരുന്നു. ഈ പ്രണയം ഉണ്ടാക്കിയത് അവളെ ഉള്ളിൽ അവൻ തന്നെയാണ്. അവന് പോയി പറയുന്നതാണ്, സുബ്രു ഇങ്ങനെയാണോ, സുബ്രു ഭയങ്കര ഇത്. അവൻ്റെ അമ്മയും ഇവനും ചേർന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവള് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അവന് വന്നിട്ട് ഞാൻ എപ്പോഴും എവറി സൺഡേ ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോകും. ഇവൻ ഒരിക്കൽ വിളിച്ചിട്ട് എടാ 3 ടിക്കറ്റ് എടുക്കുന്നു. എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അനിയത്തിയും പറഞ്ഞോളൂ. ഞാൻ അത് മോശമാടാ, നീ വേണമെങ്കിൽ നിങ്ങൾ 2 പേര് ചെല്ല്, നീ അവളുമായിട്ട് പോകുന്നത് ശരിയല്ലടാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ മേൽ ഭയങ്കര റെസ്പെക്ട് കൂടി. ഇപ്പോഴും അവൾ പറയും, നീ അന്ന് ടിക്കറ്റ് എടുത്തെങ്കിൽ നമ്മൾ കണ്ട ആദ്യ സിനിമ. മനസ്സിലായത് റെസ്പെക്ട് കൂടാൻ വേണ്ടി ചേട്ടൻ മാക്സിമം ഇറക്കിയ ഒരു നമ്പറാണ്. കുറെ ഉണ്ട്, അടുത്തടുത്ത് പറയാം. ഈ ചന്ദനമേള നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അന്ന് കല്യാണം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഒരാൾ ഐ ലവ് യു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ റിപ്ലൈ എന്തായിരിക്കും? എങ്ങനെ പറയും? ലവ് യു ടു പറയും. അതിനുശേഷം വേറെ ഒന്ന് വന്നാ ലവ് യു 3, ലവ് യു 4, ലവ് യു 5. എന്നെ ചേട്ടാ കല്യാണം കഴിക്കാമോ എന്ന് ഞാനല്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അവർ അങ്ങനെ ചോദിക്കും. ആരെങ്കിലും ചോദിക്കും. ഒരു കുടുംബത്തിനെ ചതിച്ചിട്ട് കല്യാണം കെട്ടിക്കാൻ ഒരു സ്ത്രീയും അങ്ങനെ ഉണ്ടാവില്ല ലോകത്തിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പൊ മേഘനയും നിങ്ങളുടെ പേര് ഭയങ്കര ഹിറ്റായിരുന്നു. സോ നിങ്ങൾ കല്യാണം കഴിച്ച് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെയാണോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം മേ ബി. ഇപ്പോ ഇങ്ങനെ സ്നേഹിക്കുന്ന അമ്മമാരെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഒറ്റ അടി കൊടുക്കും. കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചോടെ. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അപ്പോ അമ്മച്ചി തൊഴിലും പ്രാർത്ഥിക്കൂല, ഞാൻ പറഞ്ഞിട്ട് പോകും. സുബ്രണ്ണന്റെ അടുത്ത് മാത്രമല്ല, ഇപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഷാലുവും ഞാനും കൂടെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനും അവനും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഓടി വന്നിട്ട് മോളേന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊരു അച്ചടി വെച്ച് കൊടുക്കും. അങ്ങനെ അടിക്കൊക്കെ ചെയ്യും. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്നേഹം കിട്ടിയതുപോലെ പറയാൻ പറ്റാതെ അടികൾ കിട്ടിയിട്ടുണ്ട് അമ്മച്ചി അടുത്ത് ചില അമ്മച്ചിമാർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു സർപ്രൈസ് തരാൻ പോവുകയാണ്. ആ സർപ്രൈസ്, ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ 2 പേരും കൂടെ ലോഞ്ച് ചെയ്ത് തരണം. റെഡി അല്ലേ? ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ.